ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യെശയ്യായുടെ പുസ്തകം 11 അധ്യായം 2 വാക്യം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. വരാനിരിക്കുന്ന മിശിഹ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പൂർണ്ണതയായിരിക്കുമെന്ന യെശയ്യാ പ്രവാചകൻ്റെ വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. ജ്ഞാനത്തിൻ്റെ നിറവായി പുതിയ നിയമഗ്രന്ഥങ്ങളും യേശുവിനെ ചിത്രീകരിക്കുന്നുണ്ട്. 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിനുമായ ബാലനായ യേശു വേദശാസ്ത്രജ്ഞന്മാരോട് സംവദിക്കുന്നത് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. പരസ്യ ജീവിതത്തിനു മുമ്പ് യേശു നസ്രത്തിൽ ജീവിച്ച 30 വർഷത്തെ ജീവിതം ഒറ്റ വാക്കിൽ ലൂക്ക സംഗ്രഹിക്കുമ്പോൾ അത് മുഖ്യമായും ജ്ഞാനത്തിലുള്ള വളർച്ചയുടെ കാലഘട്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52. ദൈവത്തിൻ്റെ ജ്ഞാനമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം സകല ജ്ഞാനത്തിലേക്കും അറിവിലേക്കും നമ്മെ നയിക്കും. അങ്ങനെ കർത്താവിന് യോഗ്യവും അവിടത്തേക്ക് തികച്ച പ്രീതികരമായി ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഫലദായകമാവുകയും ചെയ്യും. പൂർണ്ണ മനുഷ്യനായ യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളും പൂർണ്ണതയിലേക്ക് വളരണമെന്നാണ്. ക്രൈസ്തവ നിലയിൽ ജ്ഞാനത്താൽ നിറഞ്ഞുകൊണ്ട് വിവേകത്തോടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും സംഭവങ്ങളെയും അഭിമുഖീകരിക്കണമെന്നും അവയ്ക്ക് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ രീതിയിൽ പരിഹാരം കാണുമെന്നാണ് അവിടുന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തെ ഓരോ പ്രവൃത്തികളും അതാണ് വ്യക്തമാക്കുന്നത്. യേശുവിൻ്റെ പ്രവൃത്തികൾ ഫലദായകമായിരുന്നു. യേശുവിൻ്റെ വചനങ്ങൾ ഫലമുളവാക്കുന്നതായിരുന്നു. അത് മനുഷ്യ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുകയും നിർമ്മലമാക്കുകയും ചെയ്യുന്നതായിരുന്നു. നമ്മുടെ ജീവിതവും പൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ ജ്ഞാനത്താൽ നിറയുകയും അങ്ങനെ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയായി തീരുകയും ചെയ്യുമ്പോഴാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിലെ നന്മകൾ തിരിച്ചറിയുന്നതിനും നമ്മുടെ ജീവിതത്തിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ട ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രാജാക്കന്മാരിൽ ഏറ്റവും ജ്ഞാനിയായി അറിയപ്പെടുന്നത് സോളമൻ രാജാവാണ്. സോളമൻ രാജാവിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാണ്. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദൈവികമായ ജ്ഞാനത്തോടെ ഉൾക്കാഴ്ചയോടെ വിവേകത്തോടെ ജീവിക്കണമെന്നാണ് സ്വർഗസ്ഥനായ പിതാവും പുത്രനായ യേശുവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവും യേശുവും ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്നതുകൊണ്ട് ജ്ഞാനത്തിനു വേണ്ടി ആഗ്രഹിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും ജ്ഞാനത്തിൻ്റെ മക്കളായി ജീവിക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം ജ്ഞാനത്താൽ നിറയുമ്പോൾ കൂടുതൽ പ്രകാശിതമാവുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നാം വ്യാപരിക്കുന്ന ജീവിത മേഖലകളിലും ദൈവിക ജ്ഞാനം നൽകുന്ന ഉൾക്കാഴ്ചയോടെ പ്രശോഭിക്കുന്നതിന് നമുക്ക് സാധിക്കും. ഭൂമിയുടെ ഒപ്പം ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കേണ്ടത്
അത്യാവശ്യമാണ്. അതിനൊരു കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിച്ചവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:10 പറയുന്നതുപോലെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും സഹവസിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.